നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി അമ്മയുടെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങളും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു മാന്ത്രിക വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വഴിപാട് ചെയ്യേണ്ട ടൈം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ പവർ സവിശേഷത എന്തെന്നാൽ ഇത് നമ്മൾ ചെയ്ത് 3 മണിക്കൂറിനകത്ത് നമ്മൾക്ക് ഫലം ലഭിച്ചിരിക്കും. അതിരാവിലെ 4 AM to 6:30 AM, ദെൻ 9:30 AM to 12:45 PM. രാവിലെ 4 മണി മുതൽ 6:30 വരെയും 9:30 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുമാണ് ഈ വഴിപാട് ചെയ്യേണ്ട സമയം. ഉഗ്രദൈവങ്ങൾക്ക്, അതായത് കാളി, വരാഹി ദേവി, മാഷാണി അമ്മൻ, പ്രത്യങ്കര ദേവി എന്നിവർക്ക് കൊടുക്കപ്പെട്ട അതിസവിശേഷമായ സമയമാണിത്. ഈ പരിഹാരം ചെയ്യാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പീരീഡ്സ് ആയവർ പൂജാമുറിയിൽ കയറണ്ട, അത്രയേ ഉള്ളൂ. ഈ വഴിപാട് പൂജാമുറിയിലോ ബെഡ്റൂമിലോ അതല്ലെങ്കിൽ വരാഹിയമ്മൻ്റെ കോവിലിലോ ഏത് കോവിലായാലും പോയി അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒന്ന് മാത്രം മതി. അത് വിശ്വാസമാണ്. സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണം. വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമേ വേണ്ട. എബ്രോഡ് ഉള്ളവർ അവിടുത്തെ ടൈം നോക്കണം. എബ്രോഡുള്ളവർ ടൈമിങ്സിൻ്റെ കാര്യം ഡൗട്ട് ചോദിച്ചിരുന്നു, അതിനാലെയാണ് പറഞ്ഞത്. വിശ്വാസത്തോടെ ചെയ്യണം. അത്രയ്ക്കും പവറുള്ള ഒരു പരിഹാരമാണിത്. 3 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തെല്ലാം ചെയ്യണമെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. കറക്റ്റ് ഈ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങളിത് ചെയ്തോളൂ. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ അതിശയ യോഗങ്ങൾ വന്നു ചേരുന്നതാണ്. ചിന്തിക്കുന്ന കാര്യം 3 മണിക്കൂറിനുള്ളിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അത്രയ്ക്കും ശക്തിയുണ്ട് ഈ മഹാവഴിപാടിന്. അതാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. അതിനാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുക. ഒന്നും മാറ്റി ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് കാര്യം നടക്കണമോ, നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റിൽ നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നത് പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ, 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് അനുകൂലമായ ഒരു റിസൾട്ട് വേണം എന്ന കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കണം. വരാഹി അമ്മയുടെ മുന്നിൽ മനസ്സുരുകി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. വരാഹി അമ്മ മാത്രമല്ല, പ്രത്യങ്കര ദേവിയോ മാഷാണി അമ്മനോ ആരോടായാലും കൈയെടുത്ത് പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾക്ക് നടക്കേണ്ടതെന്ന് മനസ്സിൽ ഫിക്സ് ചെയ്യണം. ഞാനിത് ചെയ്യാൻ പോകുന്നു, ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പോസിറ്റീവായിട്ട് വരണം എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ ആരംഭിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാൽ, വരയിടാത്ത, ലൈൻ ഇല്ലാത്ത ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുക്കുക. കമ്പൽസറി ആയിട്ട് ശ്രദ്ധിക്കുക, വരയിടാത്ത പേപ്പറോ ബുക്കോ തന്നെ വേണം. ദെൻ പച്ച, നീല, ഓറഞ്ച്, റെഡ് ഈ ഏതെങ്കിലും ഒരു കളറിൽ ഒരു പെന്നും കൂടെ എടുക്കുക. ബ്ലാക്ക് കളർ പെന്ന് യൂസ് ചെയ്യാൻ പാടില്ല. യെല്ലോ കളറും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഷീറ്റിൽ ഇതുപോലെ ഞാൻ വരച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലോ, ഇതുപോലെ സ്റ്റാർ വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റിലെ തന്നെ ആദ്യം തന്നെ എവിടെന്ന് വെച്ചാൽ തീരുമാനിച്ച് ഒരിടത്ത് സൈലൻ്റായിട്ട് ഇരിക്കുക. ദിശ വടക്ക് ദിശയെന്നോ തെക്ക് ദിശയെന്നോ കിഴക്ക് ദിശയെന്നോ അതൊന്നും ഒരു വിഷയമേ അല്ല. ബഹളമൊന്നുമില്ലാതെ നിശബ്ദമായി ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണിത്. അതിനാൽ സൈലൻ്റായിട്ട് ഇരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ മനസ്സിലായല്ലോ. സ്റ്റാർ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർ വരച്ചു. നല്ല മനസ്സോടെ ചെയ്യണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേ മനസ്സിൽ നടക്കേണ്ട വിഷയം തീർച്ചയായും നടക്കുമെന്ന വിശ്വാസത്തിൽ ചെയ്യുക. ആ കാര്യം എനിക്ക് നടന്നു കിട്ടും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തെന്നാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർ വരച്ചു കഴിഞ്ഞു. ഇനി ആ ഓരോ ട്രയാങ്കിളിനുള്ളിലും വ എന്ന അക്ഷരം തനിയായിട്ട് എഴുതണം.
കണ്ടല്ലോ, ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ടാണ്. ഓരോ തവണ നിങ്ങൾ വാ എന്ന് എഴുതുമ്പോൾ മനസ്സിനുള്ളിൽ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യണം. ഞാനിത് വരാഹിയമ്മയെ പ്രാർത്ഥിച്ചാണ് ചെയ്തത്. ഞാൻ മനസ്സിൽ വിചാരിച്ച് ചെയ്ത കാര്യം എനിക്ക് 2 മണിക്കൂറിന് മുന്നേ തന്നെ റിസൾട്ട് കിട്ടിയായിരുന്നു. അതിനാൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക. സോ നിങ്ങളും വരാഹിയമ്മയോ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അവരെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്നാൽ നെക്സ്റ്റ് എഴുതേണ്ട ലെറ്റർ യാ. ചുറ്റി വരുന്ന ആ ഗ്യാപ്പിൽ യാ എഴുതുക. കാണുന്നുണ്ടല്ലോ, നോക്കൂ, ഇതിൽ മനസ്സിലാവുന്നില്ലേ? സെൻട്രൽ പോർഷൻ ഫ്രീ ആയിട്ട് കിടക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെയാണ് നമുക്ക് നമ്മുടെ മന്ത്രം എഴുതേണ്ടത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കൈകൾ കൂപ്പി ഈ പിക്ചറിനെ നോക്കി നിങ്ങളുടെ മനസ്സിൽ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ നടക്കേണ്ട ആവശ്യം പറയുക. എന്നിട്ട് അമ്മയോട് പറയുക, അമ്മയെ വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന ഈ പരിഹാരത്തിന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ വിശ്വസിച്ചാണ് ഈ പരിഹാരം ഞാൻ ചെയ്യാൻ പോകുന്നത്. അമ്മ എനിക്ക് ഇതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരണമേ എന്ന് അമ്മയെ കൈകൂപ്പി പറഞ്ഞിട്ട് സെൻറ്ററിലായിട്ട് ഈ കാണുന്ന ഇടത്തിൽ ഇങ്ങനെ എഴുതുക, ഒറ്റ വരി, വജ്രമുഖി മഹാമുഖി, വജ്രമുഖി മഹാമുഖി എന്നെഴുതുക. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വാചകമാണിത്. ആപത്ഘട്ടത്തിൽ എത്ര തലപോണ വിഷയമായിരുന്നാലും നമ്മളെ രക്ഷപ്പെടുത്താൻ ശക്തിയുള്ള മഹാമന്ത്രമാണിത്. ഭയഭക്തിയോടെ വിശ്വാസത്തോടെ സെൻറ്ററിൽ അത് എഴുതുക. ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ വിചാരിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നതോടൊപ്പം എഴുതി കാണിക്കുന്ന ഈ മന്ത്രം കൂടെ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം പറയാൻ പറ്റുന്നുവോ, പ്രത്യേകിച്ച് കൗണ്ടൊന്നുമില്ല, എന്നാലും 9 തവണയിൽ കുറയാതെ പറയണം. എത്രത്തോളം പറയാൻ പറ്റുന്നുവോ അത്രത്തോളം തവണ പറയുക. ഇത് ഒരു ഒറ്റവരി മന്ത്രമാണ്. അതിൻ്റെ പവർ എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്കതിൻ്റെ ശക്തി മനസ്സിലാവുകയുള്ളൂ. ഈ ഒറ്റവരി മന്ത്രം ഇതാണ്: യവ വജ്രമുഖി യവ മഹാമുഖി, യവ വജ്രമുഖി യവ മഹാമുഖി, യവ വജ്രമുഖി യവ മഹാമുഖി. മന്ത്രം ചൊല്ലി എന്ത് കേട്ടാലും അത് നമ്മൾക്ക് വരാഹിയമ്മ പെട്ടെന്ന് തന്നെ നടത്തി തരുന്നതാണ്. ഇതെല്ലാം മുറയായി ചെയ്യുക. സാധാരണയായി ഈ മന്ത്രം ചൊല്ലിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. ഇതിപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാവശ്യവും അമ്മ കൃത്യമായി നിങ്ങൾക്ക് നടത്തി തരുന്നതാണ്. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു വാക്കാണിത്. കൗണ്ടിങ് ഒന്നുമില്ല. എത്ര തവണ പറ്റുമോ അത്രയും ചൊല്ലുക. നിങ്ങളിത് ഒന്ന് ചെയ്തു നോക്കൂ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്ര നിങ്ങൾ അമ്മയെ മനസ്സുരുക്കി വിളിക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.